കുട്ടികൾ കൗമാരകാലത്തിലെത്തുമ്പോൾ പഠനത്തിൽ ഉഴപ്പുന്നത് സാധാരണമാണ്. നന്നായി പഠിച്ചില്ലെങ്കിൽ അടുക്കളപ്പണി പഠിച്ചോ, ഏതായാലും വല്ലവൻ്റെയും വീട്ടുപണി ചെയ്യേണ്ടവളല്ലേ നീ എന്ന് മകളോട് പറയാറുണ്ടോ? അവിടെ നിങ്ങൾക്ക് തെറ്റി. ഒരിക്കലും നിനക്ക് നീയായി ജീവിക്കാൻ അവകാശമില്ല എന്ന സൂചനയാണ് നിങ്ങൾ മകളിൽ അടിച്ചേൽപ്പിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് കുട്ടി കേൾക്കണമെന്നുമില്ല. മറ്റു പലരോടും പറഞ്ഞാൽ മതി. നീ വീട്ടുപണിയിലല്ലാതെ വേറെ എങ്ങും വിജയിക്കരുത് എന്ന സന്ദേശമാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്. വാക്കുകൾക്ക് അത്രയേറെ ശക്തിയുണ്ട്. ഉന്നത വിദ്യാഭ്യാസമുള്ള അമ്മമാരും താൻ പറയുന്ന വാക്കുകളുടെ ശക്തി മനസ്സിലാക്കാതെ ഇങ്ങനെ പറയുന്നതിന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടെ അമ്മമാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് അവർ ആവർത്തിക്കുന്നത്. വിമാനം ഓടിക്കുന്നത് മുതൽ റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ പിന്നിൽ വരെ പ്രവർത്തിക്കാൻ കെൽപ്പുള്ളവരാണ് സ്ത്രീകൾ. പെറ്റമ്മയുടെ നിസ്സാര വികാരപ്രകടനം കൊണ്ട് ഇനിയും ഒരു പെൺകുട്ടി പോലും സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാൻ സാധിക്കാതെ വിഷമിക്കാൻ പാടില്ല. ഞാൻ ഒരു പരിധിക്കപ്പുറം ഉയരരുത് എന്ന് ഉള്ളിൽ തോന്നുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഉയരാനാവില്ല എന്ന് മനസ്സിലാക്കുക. അത് കുട്ടി ബോധപൂർവം ചിന്തിക്കണമെന്നുമില്ല. അരുത്, നീ വിജയിക്കരുത്, ഡോണ്ട് സക്സീഡ് എന്ന നെഗറ്റീവ് സ്ട്രോക്ക് കൈമാറി പുതിയ തലമുറയെ ആരും തകർക്കാൻ പാടില്ല. ഉപബോധ മനസ്സിൻ്റെ ഇന്നർ കോറിൽ ഏത് ചിന്ത ശക്തമായി കിടക്കുന്നുവോ അത് വ്യക്തിയുടെ ഭാവി ജീവിതത്തെ ബാധിക്കും. കുഞ്ഞുങ്ങളുടെ ഓരോ വിജയത്തിലും അവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. സ്വന്തം കുഞ്ഞിനെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചിട്ട് നിങ്ങൾക്കെന്ത് നേട്ടം? അഥവാ കുഞ്ഞ് കുറച്ചു സമയം പഠിച്ചില്ലെങ്കിൽ കുത്തുവാക്ക് പറഞ്ഞ് നോവിക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിച്ച് പിന്തുണ കൊടുക്കുക. കുട്ടിയല്ല മാറേണ്ടത് രക്ഷിതാക്കളാണ്. നന്ദി.